സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കൊള്ളണയെ പ്രകാശിപ്പിക്കണമേ. ആമേ. പുറംജാതികൾ കലഹിച്ചതും സ്വജനം വ്യർത്ഥകാര്യം ചിന്തിച്ചതും എന്തിന്? ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് കർത്താവിന് വിരോധമായും തൻ്റെ അഭിഷിക്തന് വിരോധമായും ഒരുമിച്ച് ആലോചിച്ചത്, നാം അവരുടെ പാശത്തെ പൊട്ടിച്ചവരുടെ മുഖം നമ്മിൽ നിന്ന് എറിഞ്ഞു കളയാം. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കും, കർത്താവ് അവരെ പരിഹസിക്കും. അപ്പോൾ താൻ തൻ്റെ കോപത്തോടെ അവരെക്കുറിച്ച് സംസാരിച്ച് തൻ്റെ ക്രോധത്താൽ അവരെ പരിഭ്രമിപ്പിക്കും. എൻ്റെ ഉടമ്പടിയെ വിവരമായി അറിയിപ്പാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിഹിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചു. കർത്താവ് എന്നോട്, നീ എൻ്റെ പുത്രൻ എന്നും ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചു എന്നും അരുളി ചെയ്തു. നീ എന്നോട് ചോദിക്കുക, നിനക്ക് അവകാശമായി പുറജാതികളെയും നിനക്കധീനമായി ഭൂമിയുടെ അതിർത്തികളെയും ഞാൻ തരും. നീ അവരെ ഇരുമ്പുവടിയാൽ മേയിക്കും, കുശവന്റെ പാത്രം പോലെ നീ അവരെ ഉടച്ചു കളയുമെന്ന് അരുളി ചെയ്തു. രാജാക്കന്മാരെ, നിങ്ങൾ ഇപ്പോൾ ഗ്രഹിപ്പിൻ. ഭൂമിയിലെ ന്യായാധിപന്മാരെ, നിങ്ങൾ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭക്തിപൂർവം കർത്താവിനെ സേവിച്ച് വിറയലോടെ തന്നിൽ അഭയം പ്രാപിപ്പിൻ. പുത്രൻ കോപിക്കാതെയും തൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ നശിച്ചു പോകാതെയും ഇരിപ്പാൻ അവനെ നിങ്ങൾ ചുംബിപ്പിൻ. എന്തെന്നാൽ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. അവനിൽ പ്രത്യാശിക്കുന്ന ഏവർക്കും ഭാഗ്യം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.